ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പാദദോഷ നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമതായി വരുന്നത് പൂയം നക്ഷത്രമാണ്. രണ്ടാമതായി വരുന്ന നക്ഷത്രം അത്തം നക്ഷത്രം. മൂന്നാമതായി വരുന്ന നക്ഷത്രം പൂരാട നക്ഷത്രം. ഈ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ ഒന്നാമത്തെ പാദത്തിൽ ജനിക്കുമ്പോഴുള്ള ദോഷങ്ങളും രണ്ടാമത്തെ പാദത്തിൽ ജനിക്കുമ്പോഴുള്ള ദോഷങ്ങളും മൂന്നാമത്തെ പാദത്തിൽ ജനിക്കുമ്പോഴുള്ള ദോഷങ്ങളും നാലാമത്തെ പാദത്തിൽ ജനിക്കുമ്പോഴുള്ള ദോഷങ്ങളും ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായി വരുന്ന പൂയം നക്ഷത്രത്തിൽ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ആ നക്ഷത്രത്തിൽ പിറന്ന ജാതകനാണ് ദോഷം. രണ്ടാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ നക്ഷത്രത്തിൽ പിറന്ന ആ ജാതകൻ്റെ അമ്മയ്ക്കാണ് ദോഷം. മൂന്നാമത്തെ പാദത്തിൽ ജനിച്ചാൽ ആ നക്ഷത്രത്തിൽ പിറന്ന ജാതകൻ്റെ അച്ഛനാണ് ദോഷം വരിക. നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ ജാതകൻ്റെ അമ്മാവനാണ് ദോഷം വരിക. ഇനി അടുത്ത പാദദോഷം ഉള്ള നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അപ്പോൾ അത്തം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലാണ് ജാതകൻ ജനിക്കുന്നതെങ്കിൽ ആ ജാതകൻ്റെ അച്ഛനാണ് ദോഷം. ഇനി അത്തം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് ജനിക്കുന്ന സമയം അമ്മാവനാണ് ദോഷം. അത്തം നക്ഷത്രത്തിൻ്റെ മൂന്നാമത്തെ പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ നക്ഷത്രത്തിൽ പിറന്ന ജാതകന് തന്നെയാണ് ദോഷം വരിക. അത്തം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മാതാവിനാണ് ദോഷം വരിക. അടുത്തത് പൂരാട നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരാട നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ ആ ജാതകൻ്റെ മാതാവിനാണ് ദോഷം വരിക. പൂരാട നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ നക്ഷത്ര ജാതകൻ്റെ അച്ഛനാണ് ദോഷം വരിക. പൂരാട നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലാണ് ജാതകൻ ജനിക്കുന്നതെങ്കിൽ ആ ജാതകൻ്റെ അമ്മാവനാണ് ദോഷം വരിക. പൂരാട നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലാണ് ജാതകൻ ജനിക്കുന്നതെങ്കിൽ ആ ജാതകന് തന്നെയാണ് ദോഷം വരിക. ഈ നക്ഷത്രത്തിൽ പിറന്ന 15 നാഴിക വരെയാണ് ഒന്നാം പാദം എന്ന് പറയുന്നത്. 30 നാഴിക എന്ന് പറയുന്നത് രണ്ടാം പാദം. 45 നാഴിക എന്ന് പറയുന്നത് മൂന്നാം പാദം. 60 നാഴിക എന്ന് പറയുന്നത് നാലാം പാദം. അപ്പോൾ നാഴിക വിനാഴികയുടെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ആ വീഡിയോയുടെ വരുമ്പം ഇപ്പോഴത്തെ വീഡിയോയിലെ ആ നാഴികയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തുടർന്നും ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്നും എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാവേണ്ടതാണ്. തുടർന്നും ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. തുടർന്നും ഉള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.